മോഹൻ ബഗീസ് തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ വിജയം ഉണ്ടാകുമെന്ന് ബി.ജെ.പി കേന്ദ്രങ്ങൾ അല്ലേ അവകാശവാദം ഉന്നയിച്ചതാണ്. ഇതിന് ഉല്ലാസ് ബാബു ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവിടെ LDF UDF ഒരു സഹകരണം ഉണ്ടായെന്ന്. കേരളം മുഴുവൻ എടുത്തു നോക്കിയാൽ തന്നെ ഇങ്ങനെ പരസ്പര സഹകരണ സഹായ പദ്ധതി അത് ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല ശ്രീ മഞ്ജുഷ്. LDF UDF സഹായ സഹകരണ പദ്ധതി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കേരളത്തിന്റെ ഇന്ത്യയുടെ മൊത്തം ചരിത്രം മാറ്റി നിർത്തുക. അവിടെ BJPക്കെതിരെ ഇന്ത്യ മുന്നണി കക്ഷികൾ യോജിച്ച് പ്രവർത്തിക്കും. പക്ഷേ കേരളത്തിൽ ഒരു UDF പ്രവർത്തകൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ശത്രു BJP പ്രവർത്തകനല്ല, അത് CPM പ്രവർത്തകനാണ്. CPM ഒതുക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ CPM ഇല്ല. അതുകൊണ്ട് ഇവിടെ CPM-ഉം കോൺഗ്രസും BJPയെ നേരിടാനായി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ എന്നല്ല, തിരുവനന്തപുരത്ത് എന്നല്ല, ഒരിടത്തും പ്രായോഗികമല്ല. ഇവിടെ തിരുവനന്തപുരത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അത് ഞാൻ മുമ്പ് ക്രോസ് വോട്ടിംഗ് ഉണ്ടായി. തിരുവനന്തപുരത്തെ കുറിച്ചൊരു കാര്യം നേരത്തെ പറഞ്ഞത് അതല്ലേ? അങ്ങനെയല്ല നേമത്ത് ജയിച്ചത് ശിവൻകുട്ടി, എന്നിട്ട് ഇല്ലാന്നാ പറയാ. നേരെ എന്തിനാണ് സാർ നേമം മണ്ഡലത്തിൽ പിന്നെ K. മുരളീധരൻ മത്സരിച്ചു. UDF-ന്റെ വോട്ട് കൃത്യമായി UDF-ന് പോൾ ചെയ്യാൻ K. മുരളീധരൻ സാന്നിധ്യം സഹായിച്ചു. LDF-ന്റെ വോട്ട് LDF-ന് പോൾ ചെയ്തു. അവിടെ BJP പരാജയപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് UDF-ന്റെ കടന്നുവരവ് നേമം മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ BJPക്ക് തിരിച്ചടിയായി എന്ന് കരുതാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ വൻതോതിൽ CPI-യുടെ വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചു എന്ന് പറഞ്ഞാൽ നോക്കൂ, CPI-യുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. കൊല്ലം ജില്ലയിൽ വേണ്ട മുന്നാക്കം നേടാൻ CPM-നും CPI-ക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. CPI-യുടെ അവശേഷിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്തുകളിൽ 2 തുരുത്തുകളെ 2 ജില്ലകളാണ് കൊല്ലം ജില്ലയും തൃശ്ശൂർ ജില്ലയും. അവിടെ തൃശ്ശൂർ ജില്ലയിൽ LDF-ന്റെ മുഖ്യ കക്ഷികളിലൊന്നായ CPI-ക്ക് കാലിടറി എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI-യുടെ വിലപേശൽ ശക്തി എവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ട് ആ രീതിയിലുള്ള സഹകരണം അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ, എളവള്ളി പഞ്ചായത്തിലെ, വെങ്കടങ്ങ് പഞ്ചായത്തിലെ CPI വിമതന്മാരാണ് മത്സരിക്കുന്നത് CPM-നെതിരെ. ഈ സാർ അത് മനസ്സിലാക്കാതെയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള ആളാണ്. ഞാൻ അതിന്റെ പ്രശ്നം ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ അതാത് പാർട്ടികളുടെ അസ്തിത്വമാണ്. ഒറ്റപ്പെട്ട കേസുകൾ എടുക്കുമ്പോൾ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോലും ഉണ്ടായേക്കാം. കോൺഗ്രസ് പ്രവർത്തകർ BJPക്ക് വോട്ട് ചെയ്തേക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാകാം. ഇതൊരു മൊത്തത്തിലുള്ള കേരളത്തിലെ ആകമാന ചിത്രത്തിൽ ആ രീതിയിലുള്ള വോട്ട് കച്ചവടമൊന്നും ഒരു കാലത്തും നടന്നിട്ടില്ല. അത് ആകപ്പാടെ സംഭവിച്ചിട്ടുള്ളത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ BJPയുടെ വിജയം തടുക്കാനായി ഇടതുപക്ഷ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ചരിത്രമുണ്ട്. അങ്ങനെയാണ് K. സുരേന്ദ്രൻ കേവലം 86 വോട്ടിനാണ് പരാജയപ്പെടുന്നത് കഴിഞ്ഞ പ്രാവശ്യം. അത് ഒഴിച്ചു നിർത്തിയാൽ പാലക്കാട് EM ശ്രീധരന്റെ വിജയം, പാലക്കാട് അതുകൊണ്ടുണ്ട്. അത് അങ്ങനെയുള്ള കേസുകൾ മാറ്റി നിർത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ ആത്മഹത്യാപരമായിരിക്കും. അതത് പാർട്ടികൾ അതത് മുന്നണിക്ക് തന്നെ വോട്ടുകൾ ഒരു കാലഘട്ടം. അല്ല, ഇപ്പോൾ അങ്ങനെയെങ്കിൽ ഷാബു, ഇപ്പോൾ ആ ഒരു സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ വളരെ വളരെ വിരളമായിട്ടല്ലേ നടക്കുന്നുള്ളൂ എന്നാണ് മറു ചോദ്യം വരുന്നത്. പഴയ ക്രോസ് വോട്ടിംഗ് ഇപ്പോൾ ഇല്ല. അതായത് ഇപ്പൊ എന്താ പറഞ്ഞാൽ ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് UDF പരാജയപ്പെട്ടു. ഇപ്പൊ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്ഥാനം BJPയെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ അവർക്ക് അവരുടെ സ്ഥാനം ഭദ്രമാക്കുക എന്ന നിലയിലേക്ക് മാറി. ഇപ്പൊ നമുക്കിപ്പം തിരുവനന്തപുരം കോർപ്പറേഷന്റെ തന്നെ നോക്കൂ. കഴിഞ്ഞ 2 തവണയും LDF അവിടെ, അതിന് മുമ്പ് LDF ജയിച്ചിരുന്നു. LDF ജയിച്ചപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എത്ര പരിതാപകരമായിരുന്നു. അപ്പം അതേസമയം ഇത്തവണ UDF കോൺഗ്രസ് അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് പിടിച്ചപ്പോൾ അവിടെ BJPക്ക് നല്ല നേട്ടമുണ്ടായി. അതിന്റെ അർത്ഥം വളരെ സിമ്പിൾ അല്ലേ? അതായത് UDF-ന്റെ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു LDF തിരുവനന്തപുരം ഭരിച്ചിരുന്നത്. ഇത്തവണ ഈ രീതിയിൽ അത്രയും കാര്യമായിട്ട് നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ സൂചനകൾ വരുന്നുണ്ട്. ഇപ്പൊ പാലക്കാട് ശ്രീകണ്ഠൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അവിടെ LDF UDF സഖ്യത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതിങ്ങനെ കേരളം മുഴുവൻ. അതുമല്ല, ഇപ്പൊ BJP ഒരു വലിയ ഭീഷണിയായി ഇവരുടെ മുമ്പിൽ വരുമ്പോൾ തീർച്ചയായും വരുന്ന ഭാവിയിൽ
ഇവര് തമ്മിലുള്ള ഒരു നെക്സസിന് സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അങ്ങനെ ഒരു സാഹസത്തിന് തയ്യാറാകുമോ LDFും UDFും തമ്മിൽ? പഞ്ചായത്തുകളിൽ ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം, പക്ഷെ അതൊരു വലിയ തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ തയ്യാറാകുമോ? ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJPയെ വേണമെങ്കിൽ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനായിട്ട് LDFും UDFും കഴിയും, പക്ഷേ അതിനുള്ള സാഹസം കാണിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യമാണിത്. ചർച്ചയിലേക്ക് വരാം, ഇതേ വിഷയത്തിൽ ചർച്ചയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അതായത് BJPയെ അകറ്റി നിർത്താൻ ഇപ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും BJPക്ക് ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ അവിടെ LDFും UDFും ചേർന്ന് BJP വരാതിരിക്കുന്നതിന് വേണ്ടി സാഹചര്യം സൃഷ്ടിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം അതിലേക്ക് വരാം.